ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇത് ഇന്നലെ നമ്മൾ അരച്ച് വെച്ച ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയുടെ മാവാ. അതൊന്ന് രാവിലെ ആയപ്പോഴത്തേനും നല്ലപോലെ പുളിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കി എടുത്താൽ മതി. എൻ്റെ ഇഡ്ഡലി തട്ട് ചെറുതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കോരി ഒഴിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ കിട്ടിയേക്കുന്നത്. ദോശ ഇടാനാണേലും വലിയ ഇപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയാണല്ലോ അരച്ച് വെച്ചത്, എന്നാലും പിള്ളേർക്ക് ദോശ വേണ്ടുന്നവർക്ക് അത് ചുട്ടെടുത്താലും നല്ലതാണ്. നല്ല മയമായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇനി അമിതമായിട്ട് പുളിയോ ഒന്നുമില്ല. പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി, സാമ്പാറും ഉണ്ടാക്കി. വേണ്ടുന്നവർക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. പിന്നെ മീൻകറി കൂട്ടി കഴിക്കുന്നവരുണ്ട്. പല രീതിയാണ്. അപ്പം നല്ല രുചി, നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. അമിതമായിട്ടുള്ള പുളിയില്ലേ, അതാ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചോറരിക്കുമ്പോൾ പുളി കൂടുമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. അത് കണ്ടോ, പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടുന്നത്. പിന്നെ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചതിൻ്റേതായ പോരായ്മ ദോശ ഉണ്ടാക്കുമ്പോൾ വരിക. ദോശയ്ക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണമല്ലോ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത ദിവസം കാണിക്കാവേ. നല്ല സോഫ്റ്റായിട്ട് നല്ല ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ തൈര് ഉണ്ടാക്കുന്ന, നല്ല കട്ട തൈര് ഉണ്ടാക്കുന്ന ഇതാണ് വീഡിയോ ആണ് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിക്കുന്നത്. ഇത് ഞാൻ ഈ കവർ പാലും കൊണ്ടാണ് തൈര് ഉണ്ടാക്കുന്നത്. നമ്മൾ അല്ലാണ്ടുള്ള പാലിനകത്ത് ജലാംശം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കട്ടയായിട്ട് കിട്ടുന്നില്ലായിരുന്നേ. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം ഞാൻ ഈ പാക്കറ്റ് പാൽ മേടിക്കും. എന്നിട്ട് നല്ലപോലെ പാത്രമൊക്കെ തുടച്ച്, ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ പാല് മാത്രം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുവേ. തിളച്ച് കഴിഞ്ഞാൽ അത് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റോടെ തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ജലാംശം ഫുള്ള് പോയി കിട്ടും. നാടൻ പാലും നല്ലതായിരിക്കും. ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിയായില്ല. അതെന്ന് പറഞ്ഞാൽ ഈ കട്ട പോലെ ഇരിക്കുന്ന പോലെ ആകുന്നില്ല, നല്ല സൂപ്പറായിട്ടൊക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ കിട്ടാൻ വേണ്ടി വെച്ചിട്ടാണ്. എന്നിട്ട് ചൂടാറിക്കൊണ്ട് നമ്മുടെ ഒരു വിരൽ വെച്ച് നോക്കണം. അപ്പോൾ ആ വിരളെ ചൂട് കിട്ടണം. ആ ചൂട് കിട്ടിക്കഴിഞ്ഞെങ്കിൽ ആ പാകമാണ് നമ്മളിത് ഒഴിച്ച് വയ്ക്കാൻ നല്ലത്. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത്, അതിനകത്ത് ഒരു സ്പൂൺ 1.5 സ്പൂണൊക്കെ മതി. ഇതിന് പുളി കുറവായിരുന്നത് ഞാൻ ഇട്ട് വയ്ക്കുന്നത്. തൈരിന് പുളി ആറാകുമ്പോൾ ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ പാൽ ഒഴിച്ച്, ചെറു ചൂടുള്ള പാലാട്ടോ, ചെറു ചൂട്, നമ്മൾ വിരലിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ആ ചൂട് കിട്ടണം. എന്നിട്ട് അതങ്ങോട്ട് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ രാവിലെ ഇത് ഞാൻ ഇന്നലെ ചെയ്തതാണേ. എന്നിട്ട് അത് ഞാൻ ഇന്നലെ ഇഡ്ഡലി അരച്ചപ്പം ഇത് തിളപ്പിച്ചൊക്കെ എടുത്ത് വെച്ചാൽ ഇതിപ്പോൾ ഇന്നാണ് കാണിക്കാൻ പറ്റിയ. ഇത് ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലി മാവ് എടുത്ത കൂടെ തന്നെ ഞാൻ എടുത്തുകൊണ്ടോ, നല്ല കട്ടയ്ക്കണ്ടോ, അതിൻ്റെ സൈഡിൽ കണ്ടോ വിട്ടു പോരാത്ത പോലെ നല്ല വട്ടയപ്പം പോലെ നമുക്ക് നമ്മുടെ തൈര് കിട്ടും. നല്ല സൂപ്പറായിട്ട്. ഞാൻ എപ്പോഴും തൈരും ചോറും കഴിക്കുന്നേ, വേറെ കറികളൊക്കെ കഴിക്കാറില്ല അങ്ങനെ. തൈരും ചോറും, ഇവിടെ നന്ദൂരി ഇഷ്ടമാണ് തൈര് പഞ്ചസാര ഇട്ട് കഴിക്കുന്നത്. വേറെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല തൈര് കഴിക്കാൻ. വണ്ണമൊക്കെ വയ്ക്കുക, എന്നാലും നമ്മൾ വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ അങ്ങനെ. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഭക്ഷണമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളേ. അപ്പോൾ ശരി, നാളെ കാണാം. ബൈ.